ഗുഡ് മോർണിംഗ്. നമ്മൾ സെക്കൻഡ് മൊഡ്യൂള് തേർഡ് മൊഡ്യൂള് പകുതി വെച്ച് നമ്മൾ സ്റ്റോപ്പാക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ തേർഡ് മൊഡ്യൂളിൻ്റെ ചെറിയൊരു ഭാഗം കൂടെ കംപ്ലീറ്റഡ് ആക്കാനുണ്ട്. അപ്പോൾ അതിലേക്കാണ് ഞാൻ കടക്കുന്നത്. ഓവറോൾ ഒരു ഹാഫ് ഭാഗം കംപ്ലീറ്റഡ്. തേർഡ് മൊഡ്യൂൾ ഹാഫ് പോർഷൻസ് ആർ കംപ്ലീറ്റഡ് ഓൾറെഡി. സോ ദ നെക്സ്റ്റ് ഹാഫ് ആണ് നമ്മൾ അതിലേക്കാണ് പോകുന്നത്. തേർഡ് മൊഡ്യൂളിൻ്റെ എന്തായിരുന്നു, പേൾസ് ടു പിക്ക് എന്നായിരുന്നു തേർഡ് മൊഡ്യൂളിൻ്റെ പേര് തന്നെ. പേൾസ് ടു പിക്ക് ആയിരുന്നു. ആൻഡ് ഐ ക്യാൻ ആൻഡ് ഐ വിൽ. ദ മൊഡ്യൂൾ ഈസ് ടോക്കിംഗ് അബൌട്ട് ദ എബിലിറ്റി, അവർ എബിലിറ്റി ആൻഡ് അവർ സ്ട്രെങ്ത്. നമ്മുടെ സ്ട്രെങ്തിനെ കുറിച്ചും എബിലിറ്റിനെ കുറിച്ചൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ കുറച്ച് ഫേമസ് ആയ പീപ്പിളിനൊക്കെ പരിചയപ്പെട്ടു. മെൻ എന്ന പോയം പരിചയപ്പെട്ടു. അതൊക്കെ എടുത്തു കഴിഞ്ഞതാണ്, ഓൾറെഡി എടുത്തതാണ്. അപ്പോൾ നമ്മളിനി എടുക്കാൻ ഉള്ളത് എന്ന് വെച്ചാൽ ഏതാണെന്ന് വെച്ചാൽ, പിന്നെ നമ്മളെ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ എക്സാമൊക്കെ കംപ്ലീറ്റഡ് ആയില്ലേ. എല്ലാവരും എക്സാം നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ടാവുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാം നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു, പറഞ്ഞ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഓവറോൾ വന്നത്. ക്വസ്റ്റ്യൻ്റെ അനാലിസിസ് നമുക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ പേപ്പർ 2 ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലേ, അപ്പോൾ അതിൻ്റെ അനാലിസിസ് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇടുന്നതായിരിക്കും. സോ പേജ് നമ്പർ 96 മുതൽ നമ്മൾ റിലേറ്റീവ് പ്രോനൗൺ യൂസ് ചെയ്ത ആക്ടിവിറ്റീസ് ആയിരുന്നു. നിങ്ങൾക്ക് ഞാൻ കുറച്ച് പേരൊക്കെ അത് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. സ്വന്തമായിട്ട് ചെയ്യേണ്ടതേ ഉള്ളൂ. റിലേറ്റീവ് പ്രോനൗണും ഗ്രാമർ സെക്ഷൻ ഓൾറെഡി ഞാൻ എടുത്തു കഴിഞ്ഞതാണ്. വാട്ട് ആർ ദ റിലേറ്റീവ് പ്രോനൗൺ, ഓൾസോ ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് ആർ ദ റിലേറ്റീവ് പ്രോനൗൺ, ഏതൊക്കെയാണ് റിലേറ്റീവ് പ്രോനൗൺ അല്ലേ. നമ്മൾ നമുക്കൊരു കാര്യം കണ്ടിന്യൂ ആയിട്ട് പറയുമ്പോൾ കണക്റ്റിംഗ് വേർഡായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ റിലേറ്റീവ് പ്രോനൗൺ എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ അതിൻ്റെ ആക്ടിവിറ്റി 1ഉം ആക്ടിവിറ്റി 2ഉം ആക്ടിവിറ്റി 3ഉം ഒക്കെ റിലേറ്റഡ് ടു റിലേറ്റീവ് പ്രോനൗൺ ആണ്. കംപ്ലീറ്റ് ദ ഫോളോയിങ്, ആക്ടിവിറ്റി 1 ആണ് ഞാൻ വായിക്കുന്നത്. കംപ്ലീറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസസ്, ഷെയർ വിത്ത് യുവർ പാർട്ട്ണർ വാട്ട് യു ഹാവ് റിട്ടൺ ആൻഡ് സീ ഹൗ ഫാർ യുവർ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്ക് മാച്ച് വിത്ത് ഹിസ് ഓർ ഹേഴ്സ്. ജസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വായിക്കുക, ഇതിൽ നമുക്ക് മാച്ച് ആയത് എന്താണ് എന്നുള്ളത് നമ്മൾ കണ്ടെത്തുക. അപ്പോൾ ഒന്നാമത്തെ ഐ ലൈക്ക് പീപ്പിൾ ഹു ഡാഷ്. ഞാൻ എങ്ങനെയുള്ള ഐ ലൈക്ക് പീപ്പിൾ ഹു സപ്പോർട്ട് മീ എന്ന് നമുക്ക് എഴുതാം അല്ലേ. ഹു എന്നുള്ള റിലേറ്റീവ് പ്രോനൗൺ ആണ് അവിടെ വളരെ പ്രാധാന്യമായിരിക്കുന്ന ആ ഹു ആണ്. അടുത്തത് ഐ റീഡ് ബുക്സ് ദാറ്റ് അല്ലേ. ബുക്സ് കഴിഞ്ഞാൽ ദാറ്റ് ഇൻസ്പയർഡ് മീ അല്ലെ, ഇൻസ്പയർ മീ, എന്നെ ഇൻസ്പയർ ചെയ്യുന്ന ബുക്സാണ് ഞാൻ വായിക്കുക. ഐ സീ ഫിലിംസ് വിച്ച് ഗിവ് ത്രില്ലിംഗ് ആയിട്ടുള്ള മൂവി അല്ലേ. ദെൻ ഐ വിസിറ്റ് പ്ലേസസ് ബ്യൂട്ടിഫുൾ സ്പോട്ട് ഇതൊക്കെ പറയാം അല്ലേ, നമ്മൾ ബ്യൂട്ടിഫുൾ സ്പോട്ടായിട്ടുള്ള പ്ലേസസ്. അടുത്ത ആക്ടിവിറ്റി 2 കംപ്ലീറ്റ് ദ സെൻറ്റൻസസ് മീനിങ് താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസ് മീനിങ് ഫുള്ളി കംപ്ലീറ്റഡ് ആക്കാൻ. ആൻഡ് ഇൻ്റർനെറ്റ് കഫേ ഇസ് എ പ്ലേസ് ഡാഷ്. ഇൻ്റർനെറ്റ് കഫേ കഫേ എന്നുള്ളത് ഒരു പ്ലേസ് ആണ്. പ്ലേസിനെ റിലേറ്റ് ചെയ്യുന്ന റിലേറ്റീവ് പ്രോനൗൺ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. വേർ ആണ് അല്ലേ. ആൻഡ് ഇൻ്റർനെറ്റ് കഫേ ഈസ് എ പ്ലേസ് വേർ ഐ യൂസ്ഡ് ടു കാൽക്കുലേറ്റ് നമ്മളെന്തെങ്കിലും ഡെയിലി നമ്മൾ ഇൻ്റർനെറ്റ് കഫേ നമ്മുടെ മെയിൽ ചെക്ക് ടു ചെക്ക് മൈ മെയിൽ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ എഴുതാം. അടുത്തത് രണ്ടാമത്തത് എ വാഷിംഗ് മെഷീൻ ഈസ് എ ഗാഡ്ജറ്റ്. സോ വാഷിംഗ് മെഷീൻ ഒരു ഗാഡ്ജറ്റാണ്, ഒരു ഉപകരണമാണ്. ഗാഡ്ജറ്റ് എന്നുള്ളത് ഉപകരണമാണ്. സോ തീർച്ചയായിട്ടും വിച്ച് തന്നെയായിരിക്കും, വിച്ചായിരിക്കും അല്ലേ. ഒരു ഉപകരണം അത് ഇത് ഇവയൊക്കെ പറയും വിച്ചാണ്. വിച്ച് ക്ലീൻസ് ക്ലോത്ത്സ് അല്ലേ, അങ്ങനെ നമുക്ക് പറയാം. അടുത്തത് എ കാൽക്കുലേറ്റർ ഇസ് എ ഡിവൈസ് അല്ലേ. കാൽക്കുലേറ്റർ ഇസ് എ ഡിവൈസ് ദാറ്റ് വെച്ച് പറയാം നമുക്കവിടെ. ദാറ്റ് കാൽക്കുലേറ്റ് മാത്തമാറ്റിക്സ്, ദാറ്റ് യൂസ്ഡ് ഇൻ കാൽക്കുലേഷൻ ഓഫ് മാത്തമാറ്റിക്കൽ ഇക്വേഷൻ, അങ്ങനെയൊക്കെ നമുക്ക് എഴുതാം. അടുത്തത് IT കൺസൾട്ടൻ്റ് ഈസ് സംവൺ. അപ്പോൾ സംവൺ എന്നുള്ളത് ഒരു പേഴ്സണൽ റിലേറ്റഡ് ആണ്. സോ ഹൂം. IT കൺസൾട്ടൻ്റ് ഈസ് സംവൺ ഹൂ ആണ് ഇവിടെ വേണ്ടത്. ഹൂ
IT കൺസൾട്ടൻ്റ് എന്നാകുമ്പോൾ ഇൻ്റർനെറ്റുമായിട്ടുള്ള റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ പറയേണ്ടത് അല്ലേ. ആൻ IT കൺസൾട്ടൻറ്റ് ഈസ് സമ്മൺ ഹു ഹെൽപ്പ് അസ് നോളജ് അബൌട്ട് ഇൻഫർമേഷൻ ടെക്നോളജി എന്നൊക്കെ പറയാം. അടുത്തത് അപ്രൻറ്റൈസ് ഈസ് എ പേഴ്സൺ. അപ്രൻറ്റൈസ് എന്നുള്ളത് നമ്മൾ എന്താണ് ജോലിയിൽ നമ്മളെ സഹായിക്കുന്ന ഈ അപ്രൻറ്റൈസ് അല്ലേ. താൽക്കാലികമായിട്ട് ചെറിയൊരു വേതനം കൊടുത്ത് ജോലി ചെയ്യിക്കുന്നതിനെയാണ് അപ്രൻറ്റൈസ് എന്ന് പറയുന്നത്. സോ ആൻ അപ്രൻറ്റൈസ് ഈസ് എ പേഴ്സൺ. ഹും ആണ് അവിടെ, ഹും അല്ലെ ഹൂവും ശരിയാണ്. ഹു വർക്ക്സ് വിത്തിൻ ലോ വേജസ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എഴുതാം. അടുത്തത് യൂസ് ദ പ്രോംപ്റ്റ്സ് ടു മേക്ക് മീനിങ് സെൻറ്റൻസസ്. താഴെ തന്നിരിക്കുന്ന വായിച്ച് നോക്കിയിട്ട് അതിനെ മീനിങ് എഴുതാനാണ് പറഞ്ഞത്. എ ടെലിസ്കോപ്പ്, എ സയൻറ്റിഫിക് ഇക്വിപ്മെൻറ്റ് ഹെൽപ്പ് അസ് സീ ദ സ്റ്റാർസ് ക്ലിയർലി. അവിടെ ഒന്നിൻ്റെ എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ഒന്നാമത്തതിൻ്റെ എ ടെലിസ്കോപ്പ് ഈസ് എ സയൻറ്റിഫിക്, അവിടെ ഈസ് എന്നൊന്നുമില്ല, നമ്മൾ കൂട്ടി വെച്ചതാണ്. ഇസ് എ സയൻറ്റിഫിക് ഇക്വിപ്മെൻറ്റ് വിച്ച് ഹെൽപ്പ് അസ് ടു സീ ദ സ്റ്റാർസ് ക്ലിയർലി. ടെലിസ്കോപ്പിലൂടെയാണ് നമ്മുടെ നക്ഷത്രങ്ങളെ ക്ലിയർ ആയിട്ട് കാണുന്നത്. അപ്പോൾ വിച്ച് എന്നുള്ളത് അവിടെ ഉപകരണമായതുകൊണ്ടാണ് നമ്മൾ വിച്ച് എടുത്തത്. വിച്ചാണ് യൂസ് ചെയ്ത റിലേറ്റീവ് പ്രൊനൗൺ. അടുത്തത് എൻ എയ്റോപ്ലെയിൻ, എ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഹെൽപ്പ് അസ് ടു ട്രാവൽ ക്വിക്ക്ലി. എൻ എയ്റോപ്ലെയിൻ ഇസ് എ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ദാറ്റ് ഹെൽപ്പ് അസ് ടു ട്രാവൽ ക്വിക്ക്ലി. അങ്ങനെയാണ് ചേർക്കേണ്ടത്. അടുത്തത് എ ബീച്ച് ഈസ് എ പ്ലേസ് വേർ വൺ ക്യാൻ എൻജോയ് ആൻഡ് റിലാക്സ് ഡ്യൂറിങ് ഹോളിഡേ. അവിടെ വേർ വെച്ചിട്ടാണ് ജോയിൻ ചെയ്യേണ്ടത്. അടുത്തത് an astronaut is a person who travels into space. അടുത്തത് an MP3 player is a gadget that used to listen music. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അടുത്ത ആക്ടിവിറ്റി എന്താ? ആക്ടിവിറ്റി 7. ജോയിൻ ദ സെൻറ്റൻസസ് യൂസിങ് ഹു, വിച്ച്, വെൻ, വേർ, ഹൂസ് ഓർ ദാറ്റ്. സെയിം തന്നെ. താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസിന് ഹു ഇതൊക്കെ വെച്ച് റിലേറ്റീവ് പ്രൊനൗൺ വെച്ചിട്ട് ഫിനിഷ് ചെയ്യാൻ. അതിൽ ഒന്നാമത്തെ ഓൾറെഡി തന്നിട്ടുണ്ട്. രണ്ടാമത്തെ എന്താണ്? എ സയൻറ്റിസ്റ്റ് ഈസ് എ പേഴ്സൺ. അതൊന്നും നമ്മൾ നോക്കണ്ട, നമുക്കറിയാം സയൻറ്റിസ്റ്റാണ്, പേഴ്സണെ കുറിച്ചാണ്. ഹു ഡസ് എക്സ്പെരിമെൻറ്റ്, ഹു ആണ് അവിടെ വേണ്ടത് അല്ലെ. ഹും അവിടെ ഹു ഡസ് എന്തോ ഒന്ന് ചെയ്യുന്നു. സോ അപ്പോൾ ഹും ഡസ് ആണ് അവിടെ, അല്ലെ ഹൂസ് ഡസ് എക്സ്പെരിമെൻറ്റ് ഒക്കെ അവിടെ ശരിയാട്ടോ. അത് ഇവിടെ ഹൂസാണ് ഓപ്ഷനിലുള്ളത്. സോ ഹൂസ് ഡസ് എക്സ്പെരിമെൻറ്റ്സ് എഴുതാം. അടുത്തത് എ ഹെയർ ഡ്രയർ ഈസ് എ ഗാഡ്ജറ്റാണ് അല്ലേ. എന്താണ്? വിച്ച് തന്നെ, വിച്ച് ഡ്രൈസ് വെറ്റ് ഹെയർ അല്ലേ. അടുത്തത് എ ഹോട്ട്സ്പോട്ട് ഈസ് എൻ ഏരിയ വേർ പീപ്പിൾ. അടുത്ത എ കമ്പ്യൂട്ടർ ഈസ് എൻ ഇൻപുട്ട് ഡിവൈസ് ദാറ്റ് ലെറ്റ്സ് യു കൺട്രോൾ ദ പോയിൻ്റർ ഓൺ ദ കമ്പ്യൂട്ടർ സ്ക്രീൻ. അങ്ങനെയാണ് ചേർക്കേണ്ടത്. അടുത്തത് അണ്ടർലൈൻ ദ കറക്റ്റ് വേർഡ് ടു കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. താഴെ തന്നിരിക്കുന്നതിൽ കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ റിലേറ്റീവ് പ്രൊനൗൺ വെച്ചിട്ട് തന്നെയാണ് അതും പറഞ്ഞിരിക്കുന്നത്. അത് ബേസ് ചെയ്തിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. സെൻറ്റൻസിന് ഏത് ഓപ്ഷനാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഓപ്ഷൻ ഇവിടുന്ന് തൊട്ട് ഇവിടുത്തും വരിക കേട്ടോ ഉള്ളത്. ഇങ്ങനെയുള്ളത്. എ ടീച്ചർ ഈസ് എ പേഴ്സൺ. വിച്ചാണോ ചേർക്കേണ്ടത്, ഹു ആണോ വേറാണോ? ടീച്ചറാണ്. ഇസ് എ പേഴ്സണിനെ റിലേറ്റ് ചെയ്താണ്, ഹു ആയിരിക്കും അല്ലേ. സോ ഹു. എ റേഡിയോ ഈസ് എൻ ഇലക്ട്രോണിക് ഡിവൈസ്. ദാറ്റാണോ ഹു ആണോ വേറാണോ? വേറാണ് അല്ലേ. ദാറ്റ് വേറല്ലേ, ദാറ്റാണ്. എ ഫുട്ബോൾ സ്റ്റേഡിയം ഈസ് എ പ്ലേസ്. വിച്ച്, ഹു, വേറാണ് അല്ലേ. അടുത്തത് എൻ എൻസൈക്ലോപീഡിയ ഇസ് എ ബുക്ക്. ദാറ്റാണോ ഹു ആണോ വേറാണോ? ദാറ്റ് അല്ലേ. എൻ ആക്ടർ ഇസ് എ പേഴ്സൺ, ഹു അല്ലേ. എ സ്കൂൾ ഇസ് എ പ്ലേസ്, വേർ. വളരെ ഈസി അല്ലേ. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അടുത്തത് റീഡ് ദ ഫോളോയിങ് ആൻഡ് ഫിൽ ദ ബ്ലാങ്ക്സ് വിത്ത് അപ്രോപ്രിയേറ്റ് വേർഡ്സ്. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റിലേറ്റീവ് പ്രോനൗൺ വെച്ചിട്ട് നമ്മളോട് ഫില്ല് ചെയ്യാൻ. അത് സെയിം ആണ്, റിലേറ്റീവ് പ്രോനൗണിൻ്റെ ആക്ടിവിറ്റിയാണ്. പേളസ് ബക്ക് ഇവിടെ എന്താണ്? ഒന്നാമത്തത് ഹു ആണ്. ഹു റോട്ട് എ ക്രിസ്മസ് ഡേ ഇൻ ദ മോർണിംഗ് is a famous novelist. അടുത്ത റോബർട്ട് ആൻഡ് ഹിസ് ഫാമിലി ലിവ്ഡ് ഇൻ എ വില്ലേജ്, വേർ ആണ്. റോബർട്ട് ടെൽസ് us about the incident
ദാറ്റാണ് ദാറ്റ് ടുക്ക് പ്ലേസ്. റോബർട്ട് ഓൾവേസ് ഫെൽറ്റ് ആംഗ്രി. ഇവിടെ മൂന്നാമത്തത് വിച്ച് കൊടുത്താൽ ശരിയാണ്. അടുത്ത റോബർട്ട് ഓൾവേസ് ഫെൽറ്റ് ആംഗ്രി വിച്ച് ഹിസ് ഫോർ ഹിസ് വോക്ക് ഹിം അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. ദാറ്റ് ഇവിടെ നാലാമത്തെ ദാറ്റാണ്. ദ സ്റ്റോറി ഡാഷ് വാസ് ടോൾഡ് വിച്ച് ദ സ്റ്റോറി ദാറ്റ് വാസ് ടോൾഡ് ബൈ ദാറ്റ് വാസ് ആണ് മിസ്റ്റർ ഓർമോണ്ട് വാൾ ഹൂ വാസ് എ മില്യനെയർ അല്ലേ. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന എന്താണ് നമ്മൾ കൃത്യമായിട്ട് റിലേറ്റീവ് പ്രോനൗൺ പഠിച്ചോ എന്നത് ഉള്ളതിനെക്കുറിച്ചാണ് ഇവിടെ. അതിൻ്റെ ഒബ്ജക്ട്സ് ആണ് അതിൻ്റെ കൃത്യമായ ഒബ്ജക്ട്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് വായിക്കാം. Who, which, when, were, whose and that are called relative clauses. This is already taken. ഇതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്, ക്ലാസ് കഴിഞ്ഞതാണ്, എടുത്തു കഴിഞ്ഞതാണ്. റിലേറ്റീവ് ക്ലോസസ് ആർ യൂസ്ഡ് ടു ഗിവ് എക്സ്ട്രാ ഇൻഫർമേഷൻ. മീൻസ് എന്താണ്? ഇറ്റ് ഗിവ്സ് മോർ ഇൻഫർമേഷൻ ടു അസ്. നമുക്ക് കുറേ ഇൻഫർമേഷൻ തരുന്നതാണ് ഈ റിലേറ്റീവ് പ്രോനൗൺ. വേർ ഈസ് യൂസ്ഡ് ടു ഡിഫൈൻ പ്ലേസസ്. വേർ എന്നുള്ള റിലേറ്റീവ് പ്രോനൗൺ യൂസ്ഡ് ടു ഡിഫൈൻ ചെയ്യുന്ന എന്തിനാണ്? വിച്ച് ഡിഫൈൻ ഇൻ പ്ലേസസ്. ആൻഡ് ഹൂ ആൻഡ് ഹൂസ് ആർ യൂസ്ഡ് ടു ഡിസ്ക്രൈബ് പീപ്പിൾ. ഇനി എന്താണ്? വേർ ഈസ് യൂസ്ഡ് ടു ഡിഫൈൻ പ്ലേസസ്. വേർ എന്നുള്ളത് പ്ലേസിനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഇനി ഹൂസും എന്തിനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഡിസ്ക്രൈബ് പീപ്പിൾ. മീൻസ് എന്താണ്? വ്യക്തികളെ അല്ലെ എന്താണ്? മനുഷ്യരെ. വെൻ ഈസ് യൂസ്ഡ് ടു ഡിഫൈൻ ടൈം. ടൈമിനെ മെൻഷൻ ചെയ്യുന്നത് വെൻ ആണ്. ദാറ്റ് എന്നുള്ളത് ദാറ്റും വിച്ചും ഞാൻ പറഞ്ഞില്ലേ ഇവിടെ 3ഉം 4ഉം ഇല്ലേ, ഇവിടെയും എന്താണ്? 3ഉം 4ഉം ഒക്കെ എന്താണ്? ദാറ്റും വിച്ചും ഒരുപോലെ ചേർത്താൽ ശരിയാണ്. ഡിഫൈൻ ഒബ്ജക്റ്റ്. ദാറ്റും വിച്ചും ചേർക്കുന്നത് ഒബ്ജക്റ്റിൻ്റെ ഡിഫൈൻ ചെയ്യാനാണ്. ദെൻ എന്താണ്? ദാറ്റ് ആൻഡ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഇൻ്റർചേഞ്ചബിളി. അത് നമുക്ക് ഇൻ്റർചേഞ്ചബിളി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ദാറ്റ് ഈസ് പ്രിഫേർഡ് ദെൻ വെൻ വി വാണ്ട് ടു ഗിവ് മോർ ഡീറ്റെയിൽസ് അബൌട്ട് ദാറ്റ് ഓൾറെഡി യൂസ് ചെയ്യുന്നത് ഒരു ഒബ്ജക്റ്റിനെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ പാസ് ചെയ്യാനാണ്. അപ്പോൾ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ടിക്കറ്റ് ക്ലിയർ ചെയ്ത് വെച്ചോളണം. പിന്നെ അടുത്ത എന്താ? റീഡ് ദ ഫോളോയിങ് കോൺവെർസേഷൻ. ഇവിടെ താഴെ ഒരു കോൺവെർസേഷൻ കൊടുത്തിട്ടുണ്ട്, അത് വായിക്കുക. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് വായിക്കേണ്ടതേ ഉള്ളൂ, ഡെഡ് സ്റ്റോക്കാണ്. വായിച്ചാൽ തന്നെ ക്ലിയർ ആണ്, അതിൽ വലിയ സീരിയസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ വായിച്ചോളൂ കേട്ടോ. ഇനി ഇവിടെ ആക്ടിവിറ്റി 1 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് ആക്ടിവിറ്റി 1 വിച്ച് ഫ്രേസ് വി വിൽ യൂസ് ദ ഫോളോയിങ് സിറ്റുവേഷൻ. താഴെ കൊടുത്തിരിക്കുന്ന സിറ്റുവേഷനിൽ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്, ഒരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്, ഫ്രേസസ് കൊടുത്തിട്ടുണ്ട്. അതിലേതാണ് കറക്റ്റ് എന്നുള്ളത്. ഒന്നാമത്തെ എന്താ? വെൻ യു വാണ്ട് ടു ഇൻറ്ററപ്റ്റ് എ കോൺവെർസേഷൻ. ഒരു കോൺവെർസേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് തടസ്സപ്പെടുമ്പോൾ എന്താണ്? എക്സ്ക്യൂസ് മീ ആണോ, ഐ എം സോറി ആണോ, യു ആർ വെൽക്കം ആണോ? എക്സ്ക്യൂസ് മീ വെച്ചിട്ടല്ലേ നമ്മൾ പറയാം. ഇതൊക്കെ അതിൽ യൂസ് ചെയ്യാം. പ്ലീസ്, താങ്ക് യു ആൻഡ് ഐ ആം സോറി ഒക്കെ കേട്ടോ അതിൽ വെച്ചിട്ട് നമുക്ക് പറയാം. ഇൻട്രപ്ഷനാണ്, തടസ്സപ്പെട്ടാൽ ഐ ആം സോറി വെച്ചിട്ട് പറയാം കേട്ടോ. എക്സ്ക്യൂസ് മീ എന്നുള്ളതും പറഞ്ഞ് കണ്ടിട്ടുണ്ട്, ഐ ആം സോറി എന്നുള്ളതും. വെൻ യു വാണ്ട് എ പേഴ്സൺ ടു റിപ്പീറ്റ് വാട്ട് ഹി സെഡ്. ഒരാളോട് റിപ്പീറ്റ് ചെയ്യാൻ പറയുക എന്താണ്? പാർഡൻ മീ അല്ല, സീ യു കൂണല്ല, ടെൽ എന്താണ്? രണ്ടാമത്തത് ടെൽ മീ അഗെയിൻ. വെൻ യു ഡു നോട്ട് നോ ദ ആൻസർ അറിയില്ലെങ്കിൽ സോറി ഐ ഡോണ്ട് നോ ദ ആൻസർ. വെൻ യു വാണ്ട് ടു സേ സോറി യു ക്യാൻ സേ. സോറി പറയുന്നത് എങ്ങനെയാണ്? വെറും സോറി എന്നല്ല, സോറി അബൌട്ട് ദാറ്റ് എന്നാ. അനദർ വേ ഓഫ് കുഡ് യു പ്ലീസ് റിപ്പീറ്റ് ദ ക്വസ്റ്റ്യൻ. അനദർ ടൈം അല്ലേ. വെൻ സംവൺ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് വി വോണ്ട് യൂസ്. എന്താണ്? സംവൺ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് വി വോണ്ട് യൂസ്. നൈസ് ടു മീറ്റ് യു. എന്താണ്? ഹൗ ഡു യു ഡു? മീറ്റ് യു സൂൺ.
പ്ലേസ്ഡ് ടു മീറ്റ് യു ഇതിൽ ഏതാണെന്നുള്ള കണ്ടെത്തട്ടോ. നൈസ് ടു മീറ്റ് യു ആണോ, ഹൗ ഡു യു ഡു ആണോ, മീറ്റ് യു സൂൺ ആണോ, പ്ലീസ് ടു മീറ്റ് യു ആണോ? അപ്പോൾ നമ്മൾ ഏതാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ്ഡ് വി ഡോണ്ട് യൂസ്, സംവൺ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ്. അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ടെത്തിയിട്ട് ചെയ്യുക, അതൊക്കെ ഈസിയാണ്. അപ്പോൾ അത് നമ്മൾ സ്കിപ്പ് ചെയ്തു പോകാം. ആക്ടിവിറ്റി 2 എന്താണ്? ഇവിടെ ഒരു കോൺവെർസേഷനാണ് തന്നിരിക്കുന്നത്. ഈ കോൺവെർസേഷൻ എന്താണെന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ഈ കോൺവെർസേഷനിൽ ഫില്ല് ചെയ്യേണ്ട ഈ കോളം ഫില്ല് ചെയ്യണം, ഇവിടെ ഫില്ല് ചെയ്യണം, ഇവിടെ ഫില്ല് ചെയ്യണം, ഇവിടെ ഫില്ല് ചെയ്യണം. ഇതിന് മാച്ചായിട്ട് ഇതിന് ചേർക്കേണ്ട വാക്കുകളൊക്കെ ഈ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം കോൺവെർസേഷൻ വായിച്ച് നോക്കുക, ഈ മാച്ചായ വാക്കുകളെടുത്ത് ചേർക്കുക. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ റിപ്പോർട്ട് എന്ന് കൊടുത്തു. അപ്പോൾ അതിന് ആൻസർ നമ്മൾ എന്താണ്, എക്സ്ക്യൂസ് മീ അല്ല വേണ്ടത് അല്ലേ, ഐ ആം സോറി അല്ല, ഇവിടെ കണ്ടില്ലേ എക്സ്ക്യൂസ്. ഐ ബെഗ് യു പാർഡൻ അല്ല, മിസ്റ്റർ സോമൻ ഇൻട്രൊഡ്യൂസ് മിസ്റ്റർ ശുക്ല, നൈസ് ടു മീറ്റ് യു മിസ്റ്റർ സോമൻ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അയാൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും തീർച്ചയായിട്ടും. ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് നൈസ് ടു മീറ്റ് യു എന്ന് പറയുന്നത്. സോ ഹലോ ഐ ആം എന്ന് പറയുന്നത് ചേർക്കുക അല്ലേ രണ്ടാമത്തത്. അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ ദ റിപ്പോർട്ട്, എന്തോ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ എന്തായിരിക്കും, ഫൈൻ താങ്ക് യു, ഐ അപ്പോളജൈസ്, കുഡ് യു പ്ലീസ് റിപ്പീറ്റ് ദ യു ആർ വെൽക്കം പ്ലീസ് ടു. താങ്ക് യു വെരി മച്ച് പറഞ്ഞാൽ എന്താണ്, യു ആർ വെൽക്കം എന്താണ് നമ്മൾ പറയല്ലേ. റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ യു ആർ വെൽക്കം. അങ്ങനെ ഇതിൽ നിന്ന് മാച്ച് ആയത് ഏതാണെന്നുള്ളത് കണ്ടെത്തിയിട്ട് ചെയ്യണം കേട്ടോ. അടുത്ത ഞാൻ പറഞ്ഞു, ഇവിടെ ഒരു രണ്ട് ഒബ്ജക്റ്റ് കൊടുത്തിട്ടുണ്ട്. എന്താണ്, ഒന്ന് കമ്പ്യൂട്ടറാണ്, ഒന്ന് എന്താണ് തെർമോമീറ്ററാണ്. ഈ രണ്ട് ഒബ്ജക്റ്റിൻ്റെയും നെയിം എഴുതുക ഈ കോളത്തിൽ. അടുത്തതിൽ എന്താണ് ഇതിൻ്റെ പാർട്സ് എന്തൊക്കെയാണെന്നുള്ളത്, കമ്പ്യൂട്ടറിൻ്റെ പാർട്സ്, ഇപ്പോൾ മോണിറ്റർ, CPU, മൗസ്, സ്ക്രീന്. അതുപോലെ ഒബ്ജക്റ്റ് 2 ആയ തെർമോമീറ്ററിൻ്റെ പാർട്സ് ഏതൊക്കെയാണെന്നും എഴുതുക. അതൊക്കെ ജസ്റ്റ് ഇതൊക്കെ ഈസിയാണ്, ഇതൊന്നും നമുക്ക് പറയണ്ടല്ലോ, ഇവിടെ വായിച്ച് നോക്കുക. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽസ് യൂസ്ഡ് ടു മേക്ക് ദിസ് ഒബ്ജക്റ്റ്, ഈ രണ്ട് ഒബ്ജക്റ്റ് യൂസ് ചെയ്ത മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നുള്ളത്. കമ്പ്യൂട്ടർ യൂസ് ചെയ്ത മെറ്റീരിയൽ എന്തൊക്കെയാണ്, ഗ്ലാസ് അല്ലേ, എന്താണ് ഗ്ലാസ്, ഫൈബർ, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇതെന്താണ്, തെർമോമീറ്റർ, ഗ്ലാസ്, മെർക്കുറി, ഫൈബർ, പിന്നെ പ്ലാസ്റ്റിക്, ഫൈബർ, ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് അതുണ്ടാകുന്നത്. അതുപോലെ തന്നെ അപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്ത ഷേപ്സും ഇതൊന്നും വേണ്ട, അതൊന്നും നമ്മൾ എഴുതണ്ട, ജസ്റ്റ് ഇത് അറിഞ്ഞിരിക്കുകയാണ് ഇതൊക്കെ. പിന്നെ ഉള്ളത് എന്ന് വെച്ചാൽ ആക്ടിവിറ്റി 2 എന്താണെന്ന് വെച്ചാൽ ഇവിടെ 2 ബോക്സിലാക്കിയിട്ട് കുറച്ച് കാര്യങ്ങൾ കൊടുത്ത് ഐഡൻറ്റിഫൈ ദ തിങ്സ്, അതെന്താണെന്ന് ഒരു കടങ്കഥ, ഇപ്പോൾ ഒരു പസിലൊക്കെ ഇല്ലേ, ഈ പസിലൊക്കെയാണിത്. ഒരു പസിൽ തന്നിരിക്കുക, എന്താണെന്ന് കണ്ടെത്താൻ. ഒന്നാമത്തെ ഞാൻ വായിക്കാം. ഇറ്റ് ഈസ് എ 2 bladed കട്ടിംഗ് ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഫോർ കട്ടിംഗ് ക്ലോത്ത്, പേപ്പർ, ലെതർ എക്സെട്ര. 2 ബ്ലേഡുള്ള ഒരു കട്ടിംഗ് ഇൻസ്ട്രുമെൻറ്റ്, ഈ പേപ്പറും ക്ലോത്തും ലെതറും. ആ ഒരു സെൻറ്റൻസ് തന്നെ ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എന്താണ്, സിസർ അല്ലേ, കത്രിക. അടുത്തത് എന്താ, രണ്ടാമത്തേത്, ഇറ്റ് ഈസ് എ ട്രഡീഷണൽ കിച്ചൺ ഗാഡ്ജറ്റ് ഫൗണ്ട് ഇൻ ഓൾ ഹൗസസ് വെർ കോക്കനട്ട് ഫോം പാർട്ട് ഓഫ് ദ ഡയറ്റ്. കോക്കനട്ട് ഡയറ്റിൻ്റെ ഭാഗമാക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന നമ്മുടെ ട്രഡീഷണൽ കിച്ചൺ ഒരു ഗാഡ്ജറ്റ് ഉണ്ട് എന്നാണ് അല്ലേ, കോക്കനട്ട് കട്ടർ അല്ലേ, എന്താണ് ചിരവ, നമ്മൾ മലയാളത്തിൽ ചിരവ എന്ന് പറയും. അപ്പോൾ അത് തന്നെയാണ്. ഇനി ഇതിൻ്റെ പ്രത്യേകതയും കാര്യങ്ങളും ഈ ബോക്സിൽ വായിച്ചു നോക്കുക. ഈ ചിരവേൻ്റെ സിസറിൻ്റെ ആസ് യൂഷ്വൽ നിങ്ങൾ ദീസ് 2 ഇൻസ്ട്രുമെൻ്റ് 2 തിങ്സ് ആർ ഓൾറെഡി യു ഹാവ് ടു നോൺ. സോ എന്താണ്, ഫിൽ ഇൻ ദ ബോക്സ്, നിങ്ങൾ തന്നെ ചെയ്തോളണം. ഈ ആക്ടിവിറ്റി എന്താണ്, ഓൾറെഡി ഞാൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് പറഞ്ഞു തന്നിട്ടും എടുത്തിട്ടും ഉണ്ട്. അപ്പോൾ ഇതിൽ എന്താണ്, വായിച്ച് നോക്കുക. അതോ ഇൻ കേസ് ജസ്റ്റ് ഇവിടെ ഒന്നുമില്ല, ഈ ബോക്സിലുള്ള സാധനം ഇവിടെ ചേർക്കാനാണ്. എന്താണ്, ഞാൻ വായിച്ചു പോകാമെന്ന് വേണമെങ്കിൽ. എ മിക്സർ, ഇവിടെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിലൊരു മിക്സിയുടെ ചിത്രമാണ്. മിക്സർ വിച്ച് ഈസ് യൂസ്ഡ് ഫോർ മിക്സിങ് ഫുഡ് ഈസ് മെയ്ഡ് ഓഫ് ഡാഷ്. എന്തുകൊണ്ടാണ് ഈ ബോക്സിലുള്ള ഈ ബ്രാക്കറ്റിൽ ഏതിനെ നമുക്ക് പ്ലാസ്റ്റിക് അല്ലേ, മിക്സി യൂസ് ചെയ്ത പ്ലാസ്റ്റിക്കാണ്. അതൊന്നാമത്തെ പ്ലാസ്റ്റിക് ആൻഡ് മെറ്റൽ അല്ലേ, മെറ്റൽ കൊണ്ടും പ്ലാസ്റ്റിക് കൊണ്ടും. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 4 parts, എ ബേസ് ആൻഡ് മോട്ടോർ. പിന്നെ ദ ബേസ് ഈസ് ഡാഷ് ഷേപ്പ്. ഈ ബേസിൻ്റെ ബേസില്ലേ,
ഈ ബേസ് എന്ത് ഷേപ്പാണ്? ഓവൽ ഷേപ്പാണ് അല്ലേ? ഓവൽ ഷേപ്പ്. അതിനടുത്ത് എന്താണ്? ദ സ്റ്റാൻഡ് വിച്ച് ഈസ് സപ്പോർട്ടഡ് ബൈ ദ ബേസ് ഇൻ 30 സെൻറ്റിമീറ്റർ ഇൻ ഹൈറ്റ് അല്ലേ? അടുത്തത് ദ സ്റ്റീൽ ബീറ്റർ ഈസ് ഡാഷ് ആൻഡ് ടഫ്, ഹാർഡ് അല്ലേ? ഹാർഡ്. അടുത്തത് ദ എഡ്ജ് ഓഫ് ദ ബൗൾ ഈസ് ഡാഷ്, എഡ്ജ് ഓഫ് ദ ബൗൾ സർക്കുലർ ആണ്. The power of the motor is, nowadays it is common in all kitchens. എല്ലാ കിച്ചണിലും എന്താണ്? ഇങ്ങനൊരു മെറ്റീരിയൽ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ചെയ്തോളണം. പിന്നെ ഉള്ളത് ആക്ടിവിറ്റി 5, 3 ചിത്രം കൂടെ കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്രൈൻഡിങ് മെഷീൻ ഉണ്ട്, ഒരു എന്താണ് കെറ്റിൽ എന്ന് വെച്ചാൽ വെള്ളം ചൂടാക്കുന്ന ഫ്ലാസ്ക്, ഒരു ടോർച്ച്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാനായിട്ട് അതിനെക്കുറിച്ച് എഴുതുക.